അങ്ങനെ ഇത്തവണത്തെയും വിഷു കഴിഞ്ഞു. വിഷുക്കോടിയായിട്ട് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന സാരി ഇതാണ് കേട്ടോ. ഇതെൻ്റെ ഫ്രണ്ട് വീണയുടെ പേജിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ പേജ് കൊളാബ് ചെയ്യുന്നുണ്ട്. ഇത്രയും വർഷമായിട്ടും ഒറ്റയ്ക്ക് സാരി ഉടുക്കാൻ അറിയില്ല കേട്ടോ. അപ്പോൾ എൻ്റെ രക്ഷകനായിട്ട് എത്തുന്ന ആളാണ് ഈ ഇരിക്കുന്നത്. സാരിയൊക്കെ ഉടുത്തു കഴിഞ്ഞാൽ അറിയാവുന്ന രീതിയിൽ മേക്കപ്പും ചെയ്തു. മൽക്കോട്ടൺ ട്രെൻഡ് ഇറങ്ങിയിട്ട് ഒരുപാട് നാളായെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഒരു മൽക്കോട്ടൺ സാരി വാങ്ങുന്നത്. മാച്ചിങ് ആയിട്ടുള്ള മാലയും കമ്മലും വളയൊക്കെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഒരു കളർ ഡ്രസ്സ് എടുത്താൽ അതിന് മാച്ചിങ് ആയിട്ടുള്ള സാധനങ്ങൾ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടും. ഈ കുപ്പിവള കണ്ടപ്പോൾ പണ്ട് ബബിൾക്കത്തിൻ്റെ കൂടെ കളക്ട് ചെയ്യുന്ന ക്രിക്കറ്റ് കാർഡ് പോലെ കുപ്പിവള കളക്ട് ചെയ്ത് ഓർമ്മ വരുന്നു. എൻ്റെ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ അടക്കം മോളുടെ പട്ടുപാവടയും ഹസ്ബൻഡിൻ്റെ കുർത്തയും എല്ലാം ഞങ്ങൾ ഖത്തറിൽ നിന്നാണ് എടുത്തത്. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തതും ഖത്തറിലെ ഒരു ഷോപ്പിലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിനൊന്നും നാട്ടിൽ പോകേണ്ട ആവശ്യമില്ലാന്ന്. രാവിലെ ഞങ്ങളൊരു ക്യൂട്ടായിട്ടുള്ള ഒരു കണിയും ഒരുക്കിയിരുന്നു. പൊതുവേ വിശേഷ ദിവസങ്ങളിൽ പുറത്തു പോയാണ് സദ്യ കഴിക്കാറ്. ബട്ട് ദിസ് ടൈം ഞങ്ങളെ ഫ്രണ്ട്സ് ഇൻവൈറ്റ് ചെയ്തു അവരുടെ വീട്ടിലേക്ക്. ഞങ്ങളുടെ നെയ്ബേഴ്സുമാണ് ഇവർ. ഇതാണ് വീണ. വീണയാണ് സദ്യക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തത്. കൂടെ വീണയുടെ അമ്മയുണ്ടായിരുന്നു. ഞങ്ങൾ പോയിരുന്ന് നന്നായിട്ട് ഫുഡ് കഴിച്ചു. അടിപൊളി പായസമൊക്കെ ആയിരുന്നു. മനസ്സും വയറും നിറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു സിനിമ കാണാൻ പോയി. ഒരു രക്ഷയില്ല, ചിരിച്ചു മരിച്ചു. ഡാർക്ക് കോമഡി. അപ്പോൾ നിങ്ങളുടെ വിഷയം എങ്ങനെയായിരുന്നു? കമൻറ്റ് ചെയ്യൂ.